ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. M. ആരിഫ് റോഡ് ഷോ നടത്തി. ഓച്ചിറയിലെത്തിയ സ്ഥാനാർത്ഥിക്ക് LDF നേതാക്കളും ജനപ്രതിനിധികളും ചേർന്ന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. കന്നേറ്റിയിലാണ് റോഡ് ഷോ സമാപിച്ചത്. മതേതരത്വത്തെ, രാജ്യത്തിന്റെ മാനവിക മൂല്യങ്ങളെ, രാജ്യത്തിന്റെ ബഹുസ്വരതയെ എല്ലാം പിച്ചിച്ചീന്തുമെന്ന് പ്രഖ്യാപിക്കുന്ന, രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ഭരണഘടനയെപ്പോലും ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിന്റെ ധിക്കാരത്തിനെതിരായി ഇന്ത്യൻ പാർലമെന്റിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ ഉത്തരവാദിത്വത്തോട് വളരെ കരുത്തനായ ജനപ്രതിനിധി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. M. ആരിഫിന്റെ റോഡ് ഷോ ഓച്ചിറയിൽ നിന്നും തുടങ്ങി. കരുനാഗപ്പള്ളി കന്നേറ്റിയിൽ റോഡ് ഷോ സമാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ് മുന്നണികൾ. നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയാണ് റോഡ് ഷോ നടത്തിയത്. പാർലമെന്റിനകത്ത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണാർത്ഥം ഉള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കാളിയാവാനും തികഞ്ഞ ആത്മാർത്ഥതയോടെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി തികഞ്ഞ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. ആലപ്പുഴ കായംകുളം പാത ഇരട്ടിപ്പിക്കൽ പൂർണ്ണമായും റെയിൽവേ ബോർഡിന്റെ ചുമതലയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി 2660 കോടി രൂപ അനുവദിപ്പിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ട് അത് യാഥാർത്ഥ്യത്തിൽ കടന്നിരിക്കുകയാണ്. ആലപ്പുഴ ബൈപ്പാസ് തർക്കങ്ങളിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് 1.5 കൊല്ലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് പൂർത്തീകരിക്കാൻ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ജനപ്രതിനിധിയുടെ ഇടപെടൽ നല്ല നിലയിൽ നടത്തി. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഈ ജില്ലകളിൽ നിന്നെല്ലാമുള്ള സാംക്രമിക രോഗങ്ങളുടെ പരിശോധന നടക്കേണ്ട ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. 10 കോടി രൂപ അനുവദിപ്പിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മെനഞ്ഞാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. LDF നേതാക്കളായ C. രാധാമണി, PR വസന്തൻ, PB സത്യദേവൻ, S. കൃഷ്ണകുമാർ, PK ബാലചന്ദ്രൻ, PK ജയപ്രകാശ്, R. സോമൻപിള്ള, അനിലസ് കല്ലേലി ഭാഗം, MS താര, I. ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.